ഈ സ്കിൻ കെയറും മേക്കപ്പൊക്കെ പോപ്പുലറാകുമ്പം ചില കെമിക്കൽസിൻ്റെ പേര്, ചില വാക്കുകൾ, ടേംസൊക്കെ നമുക്ക് നല്ല സുപരിചിതമായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ വാക്കുകൾ ഉപയോഗിക്കാത്ത ദിവസങ്ങളില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ ഹൈലറോണിക് ആസിഡിൻ്റെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പേര് പോലെ ഇതൊരു ആസിഡല്ല, ഇതൊരു നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ഷുഗർ മോളിക്യൂളാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1000 ടൈംസ് അതിനെന്താ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയും. ഇതൊരു പവർഫുൾ ഹ്യൂമക്റ്റൻ്റാണ്. സ്കിന്ന് ഹൈഡ്രേറ്റും പ്ലംബും സ്മൂത്തും ആക്കിയിരിക്കാൻ ഇതിന് കഴിവുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്കിന്ന് ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്യാനും അതേപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ ഇതിന് ക്യുക്കായിട്ട് മുറിവുകൾ ഉണക്കാനുള്ളൊരു പവറുമുണ്ട്. ഇത് നമ്മുടെ സെറം, മോയ്സ്ചറൈസേഴ്സ് അതേപോലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞാൽ ഡ്രൈ ഐസിന്, ഐ ഡ്രോപ്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. 1% to 2% ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആൻഡ് എഫക്റ്റീവ് യൂസിന് പറ്റിയ കോൺസെൻട്രേഷൻ. അതിലേറെ കൂടിയാൽ ഇത് അത്ര നല്ലതല്ല, ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്.